ഇപ്പോൾ നമ്മൾ പറയല്ലോ ദൈവത്തിൻ്റെ കൈകൾ അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരാൻ ഒരു ആളുണ്ടായി എന്നൊക്കെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? തീർച്ചയായിട്ടും നമ്മുടെ എൻ്റെ കുടുംബാംഗങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ റിലേറ്റീവ്സ്, അയൽക്കാർ, നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴും കുടിക്കുന്നവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അവർ വിളിക്കും, ഷാപ്പിൽ നിന്ന് വരെ വിളിക്കും ഇപ്പോഴും. അവരോട് പറയാറുണ്ട് നല്ല, പക്ഷെ അവരെല്ലാം സപ്പോർട്ട് ചെയ്യും. അഭിനയമായിട്ട് ആടി നിർത്തി നല്ല എത്രയും പെട്ടെന്ന് അടുത്ത വർക്കിലേക്ക് എന്ന് പറഞ്ഞ് ഭയങ്കര കട്ട സപ്പോർട്ടാണ് എല്ലാവരും. അവരോട് പറയാറുണ്ടോ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കൺട്രോൾ ചെയ്യണം? അവർക്കെല്ലാം അറിയാം, വീട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പം കുടി നിർത്തിയതിന് ശേഷം ആണ് മനസ്സിലായത് ഇവൻ പറയുന്നത് ശരിയായിരുന്നു, നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് ശരിയാണ്. പക്ഷെ എനിക്ക് ഇതിലേക്ക് ലൈഫിലേക്ക് തിരിച്ചെത്തിയേ പറ്റുള്ളായിരുന്നു. പിന്നെ കരിയറിലേക്ക് ഇപ്പോൾ ഇതിലത്തെ ഒരു പാട്ട് സീനിൽ ഞാനൊരു സീൻ കണ്ടായിരുന്നു. ആളിങ്ങനെ കുടിച്ചിട്ട് റോട്ടിൽ കിടന്നിട്ട് ഒരു പട്ടി വന്നിട്ട് നക്കുന്ന സീന്. ശരിക്കും അത് റിയൽ ലൈഫിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അതോ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് സിനിമ? ഓട്ടോബയോഗ്രഫി ആണെങ്കിലും നമ്മൾ സിനിമയില്ലേ, നമ്മൾ യഥാർത്ഥ ലൈഫ് കാണിച്ച ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ മാത്രം ഞാൻ മഹാനൊന്നും അല്ലല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളൊരു സംഭവം പറയുമ്പോൾ അത് സിനിമാറ്റിക്കാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവസ്ഥ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ പല സുഹൃത്തുക്കളും പല അവസരങ്ങളിൽ പല വ്യക്തികളെ കണ്ടിട്ടുണ്ട്. വളരെ ദാരുണമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ അതാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു സിനിമയിൽ പാട്ടുകളും എല്ലാം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ആളുടെ അവസ്ഥ കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് എനിക്ക് മ്യൂസിക് വേണ്ടതെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളോ ഈ മ്യൂസിക് ഡയറക്ടറിനോട് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആ കൊടുത്തേ? തീർച്ചയായിട്ടും ആദ്യം നമ്മൾ പറഞ്ഞ എല്ലാ തലമുറയ്ക്കും ഡൈജസ്റ്റീവ് അതാണ് മെയിൻ കാര്യം വേണ്ടത്. അതെ അതെ. പിന്നെ സബ്ജക്റ്റ് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ഗോപിസുന്ദറിനെ അറിയാം. ഷിബു ചക്രവർത്തിയാണ് ലിറിക്സ്, ഷിബു ചേട്ടനും അറിയാം. അപ്പം അവർ കൃത്യമായിട്ട് എല്ലാ തലമുറയ്ക്കും അതെന്താണ് വേണ്ടതെന്ന് അതേ അളവിൽ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോപിസുന്ദരാണെങ്കിലും ഓൾറെഡി നമ്മുടെ യൂത്തിന്റെ പൾസ് അറിയുന്ന ഒരാളും കൂടിയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ കാസ്റ്റ് പെട്ടെന്ന് വന്ന് കേട്ട് ഒരു ദിവസം നിന്ന് അങ്ങ് മറന്നു പോകരുത്, അങ്ങനത്തെ പാട്ടുകൾ വേണം. അതെ അതെ. എന്നാല് യൂത്തിനെ ആസ്വദിക്കാനും പറ്റണം.